ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോയാ ചങ്ക്സ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സോയാ ചങ്ക്സ് വെച്ചിട്ട് നമുക്ക് പല വെറൈറ്റി ഐറ്റംസും തയ്യാറാക്കിയെടുക്കാം. സോയാ ചങ്ക്സ് എത്ര ഇഷ്ടമില്ലാത്തവരായാലും ഈ ഒരു റെസിപ്പി എന്തായാലും കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇത്രയും സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഹാർഡായിട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഈ വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോഴേക്ക് അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിലെന്തെങ്കിലും പൊടിയോ അഴുക്കോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇത് ക്ലീനായി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിതിനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളൊരു അരിപ്പയിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇത് നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കൈവച്ച് ഇതിൽ വെള്ളമൊക്കെ ഇതുപോലെ പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം. ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാ സോയ ചങ്ക്സും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാൽ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ എല്ലാ സോയ ചങ്ക്സും ഞാൻ ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായി അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് അല്പം ക്രഷ്ഡ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മൈദ ഇതുപോലെ ഇട്ട് കൊടുക്കാം. കാരണം ഈ ഒരു മസാലപ്പൊടിയൊക്കെ ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഒരു മുട്ട പൊട്ടിച്ച് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇപ്പം ഈ സോയ ചങ്ക്സിൽ എല്ലായിടത്തും ഇതുപോലെ മസാലയൊക്കെ ആകുന്നവരെ ഞാനിതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേ ആ സോയ ചങ്ക്സിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റായി കിട്ടും. അങ്ങനെ ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ സോയ ചങ്ക്സ് ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓയിൽ നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സോയ ചങ്ക്സ് പെട്ടെന്ന് തന്നെ ഓയിലൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടായതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് പതുക്കെ ഒന്ന് എല്ലായിടത്തും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ ഇപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കോരി മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് എല്ലാം ഇങ്ങനെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പം ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. അതുപോലെ തന്നെ ഇത് നല്ല പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള സാധനം കൂടിയാണ് ഈ ഒരു സോയ ചങ്ക്സ്. ഇനി ഒരു ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഇതുപോലെ ഒരു പാനിൽ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൽ മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇതല്പം സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അധികം ഇങ്ങനെ കുഴഞ്ഞ് പോകാനൊന്നും പാടില്ല. അപ്പോൾ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ടായിരിക്കണം ഇത് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് അല്പം ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയം ഫ്ലെയിം അല്പം കൂട്ടി വെച്ച് വേണം ഇത് പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ടൊമാറ്റോ സോസാണ്. അപ്പം ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള സോസൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം അല്പം സോയാ സോസ് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഓൾറെഡി സോയ ചങ്ക്സ് ആയതുകൊണ്ട് തന്നെ സോയാ സോസിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇതിനുണ്ട്. ഇനി ഇതിലേക്ക് അല്പം
വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, സുർക്ക. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇതിൽ ഓവറായിട്ട് ഇങ്ങനെ വെന്ത് പോകാനൊന്നും പാടില്ല. ഈ ഒരു ഗ്രീൻ കളറിൽ തന്നെ ഇത് വേണം, അതുകൊണ്ടാണ് ലാസ്റ്റ് ടൈമിൽ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സോയ ചങ്ക്സ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ആ സോയ ചങ്ക്സിൽ ആ സോസൊക്കെ എല്ലായിടത്തും ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ ഇപ്പോൾ മസാലയൊക്കെ എല്ലായിടത്തും ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് സ്പ്രിംഗ് ഒനിയനാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇനി അതില്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് കറക്റ്റ് അതിൽ ആ മസാലയൊക്കെ സോയ ചങ്ക്സിൽ ഇങ്ങനെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഇതുപോലെ ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.